അല്ലാഹു സൂറത്തു തൗബയിൽ പറഞ്ഞു, പാടില്ല ഒരൊറ്റ മുശ്രിക്കും ഇനി മേലിൽ ഈ കഅബാലയത്തിന്റെ മുറ്റത്ത് കാലുകുത്തി പോകരുത്, ഈ പരിശുദ്ധമായ ഹറം ഷരീഫിലേക്ക് വരാൻ പാടില്ല. എന്റെ പ്രിയമുള്ളവരെ, ഒരു മുസ്ലിം എന്ന പേരിൽ ജീവിതത്തിൽ ആദ്യമായി അഭിമാനം കൊണ്ട നിമിഷങ്ങളായിരുന്നു. കഅബാലയത്തിലേക്ക് പോകാൻ പോകുമ്പോ മക്കത്തുൽ മുക്കറമയിൽ എത്തുന്നതിന് 10 കിലോമീറ്റർ മുമ്പ് ഒരു വലിയ ബോർഡ് കാണാം, എഴുതി വെച്ചിരിക്കുന്നു, റോഡ് രണ്ടായി തിരിഞ്ഞു പോകുന്ന ഒരു സ്ഥലത്ത് ഒരു ബോർഡ് വെച്ചിട്ട് പിന്നെ ആരോ കൊടുത്തിട്ട് പറയുന്നു നോൺ മുസ്ലിംസ് എന്ന് പറഞ്ഞാൽ ഇനി അങ്ങോട്ട് കാലുവെക്കാൻ മുസ്ലിമിന് മാത്രമേ അവകാശമുള്ളൂ, ഈമാനുള്ളവർക്ക് മാത്രമേ അവകാശമുള്ളൂ. അതുകൊണ്ട് കഅബാലയത്തിന്റെ മുറ്റത്തെത്താൻ ഭാഗ്യം കിട്ടാത്തവരെ, പരിശുദ്ധമായ ഹറം ഷരീഫിൽ ഒന്ന് ചെല്ലാൻ അല്ലാഹു ഭാഗ്യം തന്നിട്ടില്ലാത്തവരെ, എല്ലാ അനുകൂലമായ സാഹചര്യങ്ങൾ കിട്ടിയിട്ടും പണം കിട്ടിയിട്ടും പോകാനുള്ള ആയുസ്സും ആരോഗ്യവും അല്ലാഹു തന്നിട്ടും അവിടെ പോകാതിരിക്കുന്നവരെ, മനസ്സുകൊണ്ട് ഭയപ്പെട്ടോ ഞാനൊരു മുശ്രിക്കാണോ, അല്ലാഹു നമ്മളെ രക്ഷപ്പെടുത്തട്ടെ. കാരണം അല്ലാഹ് പറഞ്ഞു മുശ്രിക്കുകൾ ആരും ഇങ്ങോട്ട് കാലുകുത്താൻ പാടില്ല. അതുകൊണ്ട് നമ്മൾ അവിടെ ചെന്നിട്ടില്ലെങ്കിൽ അവസരം ഒരുങ്ങി കിട്ടിയിട്ട് എത്രയെത്ര പാവങ്ങളെന്നറിയോ, എത്രയെത്ര സാധുക്കളെന്നറിയോ. കഴിഞ്ഞ ആഴ്ച ഒരു സ്ഥലത്ത് പ്രഭാഷണത്തിന് ചെന്നപ്പോ എരുമേലിയില് പ്രസംഗത്തിന് ചെന്നു. ഒരു പള്ളി പണിയുമായി ബന്ധപ്പെട്ട് പിരിവെടുക്കുകയാണ്. സഹോദരിമാർ ഒരുപാട് പേര് ഒരുപാട് സ്വർണ്ണമാലകളും വളകളും ഒക്കെ ഊരിത്തന്നു. എന്റെ കണ്ണ് നിറഞ്ഞു പോയ സദസ്സാ. ആ സദസ്സിൽ വെച്ച് അവസാനമായി ദുആയ്ക്ക് വേണ്ടി കടന്നു ചെല്ലാൻ പോകുമ്പോ എന്റെ പ്രിയമുള്ളവരെ, ഒരു ഉമ്മാമ്മ ഓടി വരികയാണ്. അവർ തന്റെ കാതിൽ കിടന്ന് കമ്മലൂരി വലിച്ചു പറിച്ചു കൊണ്ടുവന്ന് എന്റെ കയ്യിലേക്ക് വെച്ച് തന്നിട്ട് എന്നോട് പറയുകയാ, ഉസ്താദേ, ഓർമ്മ വെച്ച നാള് മുതൽ മനസ്സിന്റെ കൊതിയാ, എന്റെ ഭർത്താവ് മരിച്ചുപോയി, എനിക്ക് 2 പെൺമക്കളാ ഉള്ളത്, 2 പേരെയും വിവാഹം കഴിച്ചയച്ചു. അല്ലാഹുവേ, എനിക്കൊരേ ഒരു ആഗ്രഹമേ ഉള്ളൂ, നിന്റെ വീട്ടിലൊന്നെത്താ. കഅബാലയത്തിന്റെ മുറ്റത്തൊന്ന് ചെന്ന് നിന്നിട്ട് 1,24,000 പ്രവാചക പൊങ്കവന്മാരുടെ പാദസ്പർശനമേറ്റ പുളകിതമായി കിടക്കുന്ന മക്കാ മുക്കറമയുടെ മണ്ണിലേക്ക് ഈ സാധുവായ എന്റെ കാലൊന്ന് കുത്താ. അല്ലാഹുവേ, ഭാഗ്യം തരണേ എന്ന് ദുആ ചെയ്തുകൊണ്ട് ആ പാവപ്പെട്ട ഉമ്മ എന്റെ കയ്യിലേക്ക് ഒരു കമ്മല് വെച്ച് തരുമ്പോ ഞാൻ നോക്കുമ്പോ ബ്ലഡ് ഇങ്ങനെ ഒലിക്കുക. എന്താ കാരണം? കുറെ നേരമായിട്ട് അവർ ഊരാൻ ശ്രമിച്ചു, ഊരുന്നില്ല. അവസാനം വലിച്ചു പറിച്ചു കൊണ്ടുവന്ന് എന്റെ കയ്യിൽ വെച്ചു തന്നു. അവരുടെ മനസ്സിന്റെ ആഗ്രഹം, ഒറ്റ ആഗ്രഹമുള്ളൂ, കഅബാലയത്തിൽ നിന്ന് ചെല്ലാൻ. അങ്ങനെ എത്ര പേര് കൊതിക്കുന്നു, എത്ര പേര് കൊതിക്കുന്നു. പ്രിയമുള്ള സഹോദരന്മാരെ, പറഞ്ഞു വന്ന വിഷയം എന്താണ്? അല്ലാഹുവിന്റെ വീടെന്ന് വിശേഷിപ്പിക്കപ്പെട്ട ആ കഅബയുണ്ടല്ലോ, ബൈത്തുല്ലാഹ്, അല്ലാഹുവിന്റെ വീടാണ്, പടച്ചോന്റെ ഭവനമാണ്. ഒരു കറുത്ത തുണി കൊണ്ടിങ്ങനെ മൂടിയിട്ടിരിക്കുകയാണ്. എന്തോ ഒരു ഗാംഭീര്യമാണ്, എന്തോ ഒരു ഗൗരവമാണ്, എന്തോ ഒരു പവറാണ്. അതിന്റെ വാതിലുണ്ടല്ലോ, മുൽതസിം എന്ന പേരിൽ അറിയപ്പെടുന്ന പരിശുദ്ധമായ കവാടമുണ്ടല്ലോ. കവാടത്തിലേക്ക് നാം ഒന്ന് നോക്കിയാ, ഇന്ന് ടിവിയിലും മറ്റുമൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ, ആളുകൾ ഇങ്ങനെ തൂങ്ങിക്കിടക്കുകയാ, മണിക്കൂറുകളോളം തൂങ്ങിക്കിടക്കുകയാ. ഇന്ന് ചെന്നാ വല്ലാത്ത ബുദ്ധിമുട്ടാണ്, വല്ലാത്ത പ്രയാസമാ. പെട്ടെന്ന് അവിടെ എത്തിച്ചെല്ലാൻ കഴിയില്ല. എങ്ങനെയാ വാതിൽ അവിടെ വന്നതെന്നറിയോ? ബഹുമാനപ്പെട്ട സയ്യിദുന ആദം അലൈഹിസ്സലാം, ഞാൻ നേരത്തെ പറഞ്ഞു, കഅബാലയത്തിന്റെ തറക്കല്ല് മലക്കുകൾ പണിതു. ആദം നബി അലൈഹിസ്സലാം അതിന് പുൽക്കൂട് വെച്ചു. എന്നിട്ട് ആദം നബി അലൈഹിസ്സലാം അതിന്റെ ഒരു ഭാഗത്ത് നിന്നിട്ട് ഇബാദത്ത് ചെയ്തു. ദിവസങ്ങളോളം ഇബാദത്ത് ചെയ്തു. ആദം നബി അലൈഹിസ്സലാം ഏറ്റവും കൂടുതൽ നാളുകൾ നിന്ന് ഇബാദത്ത് ചെയ്ത സ്ഥലമാണ് മുൽതസിം. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. കണ്ണുനീരിന്റെ ദുആ, കണ്ണീരിൽ കുളിച്ച കഥ പറയുന്ന ആ പരിശുദ്ധമായ കവാടത്തിൽ ചെന്നെന്ന് പൊട്ടിക്കരഞ്ഞാൽ
ഇന്ന് നമ്മളെല്ലാവരും പലരും പറയാറുണ്ട്, മകളെ കെട്ടിക്കട്ടെ, മകനെ കൊണ്ട് പെണ്ണ് കെട്ടിക്കട്ടെ, വീട് വെക്കട്ടെ, ഇങ്ങനെ കുറെ കാരണങ്ങൾ പറഞ്ഞ് കഅബാലയത്തിൽ ഹജ്ജിന് പോകാ കാരണങ്ങൾ പറഞ്ഞു മാറിയിരിക്കുന്നവരെ താമസിക്കണ്ടടോ. ഒരു വർഷം പോലും ഇനി വൈകണ്ട, എത്രയും പെട്ടെന്ന് തീരുമാനമെടുത്തോ. അവിടെ ചെല്ലുമോ, പടച്ചോന്റെ വീടാണ്, അള്ളാന്റെ വീടാണ്. ആ വീടിന്റെ കവാടത്തിൽ പോയി കിടന്ന് പൊട്ടിക്കരഞ്ഞ, അവിടെ വെച്ച് നിലവിളിച്ച ഒരു തുള്ളി കണ്ണുനീര് പോലും പാടാവൂല. എത്ര ആളുകളെന്നറിയോ, വല്ലാത്ത നിലവിളിയാണ്, വല്ലാത്ത ദീനരോധനങ്ങളാണ്, കണ്ണുനീരിന്റെ മണം മാത്രമാണ് എന്റെ പ്രിയമുള്ളവരെ കഅബാലയത്തിന്റെ വാതിലിൽ നമുക്ക് അനുഭവിക്കാൻ കഴിയുക. അതാണ് കഅബാലയത്തിന്റെ വാതിൽ. അല്ലാഹുവിന്റെ പ്രവാചകൻ ബഹുമാനപ്പെട്ട ആദം അലൈഹിസ്സലാം ഏറ്റവും കൂടുതൽ നിന്ന് ഇബാദത്ത് ചെയ്ത സ്ഥലം അതാണ് കഅബ. ആ വാതിൽ മുൽതസിം, ഹജറുൽ അസ്വദിന്റെയും വാതിലിന്റെയും ഇടയിലുള്ള 1-1.5 മീറ്റർ മാത്രം വീതിയുള്ള ആ സ്ഥലം ഏറ്റവും ദുആയ്ക്ക് ഭൂമി ലോകത്ത് ദുആയ്ക്ക് ഉത്തരം കിട്ടുന്ന ഏറ്റവും പവിത്രമായ സ്ഥലം. അതോളം പവിത്രത ലോകത്ത് ഒരിടത്തുമില്ല. അത്ര പവിത്രമായ പാവനമായ ആ സ്ഥലം അതാണ് ബൈത്തുല്ലാഹ്. പരിശുദ്ധമായ കഅബയുടെ മറ്റൊരു പേരാണ് ബൈത്തുൽ അതീഖ്. ബൈത്തുൽ അതീഖ് മോചന ഭവനം. അല്ലാഹു പറയുന്നു, സുമ്മൽ യഖ്ദൂ തഫസഹും വൽയൂഫൂ നുദൂറഹു വൽയതവഫൂ ബിൽ ബൈത്തിൽ അതീഖ്. അവർ ചെല്ലട്ടെ ആ കഅബാലയത്തിന്റെ മുറ്റത്ത്, എന്നിട്ട് അവരുടെ എല്ലാ നേർച്ചകളും അവിടെ സമർപ്പിക്കട്ടെ. വൽയതവഫൂ ബിൽ ബൈത്തിൽ അതീഖ്. മോചന ഭവനമായ കഅബയുടെ ചുറ്റും അവർ തവാഫ് ചെയ്യട്ടെ. 7 പ്രാവശ്യം അതിൽ ചുറ്റുക. എന്റെ പ്രിയമുള്ളവരെ, ജീവിതത്തിൽ കിട്ടുന്ന ഏറ്റവും വലിയ ഭാഗ്യമാണ്. അല്ലാഹു ജല്ല സുബ്ഹാനഹു വ തആല അതിനുള്ള ഭാഗ്യം തരട്ടെ. കഅബാലയത്തിന്റെ മറ്റൊരു പേരാണ് ഖിബ്ല. ഖിബ്ല ഖദ് നറാ തഖല്ലുബ വജ്ഹിക ഫിസ്സമാ ഫലനുവല്ലിയന്നക ഖിബ്ലതൻ തർളാഹാ ഫവല്ലി വജ്ഹക ശത്റൽ മസ്ജിദൽ ഹറാം. അല്ലാഹു പറയുകയാണ്, നബിയേ, അങ്ങയുടെ മനസ്സുകൊണ്ട് എത്ര നാൾ കൊതിച്ചതാ, അതുകൊണ്ട് തിരിഞ്ഞോ നബിയേ. അവതരിക്കാനുള്ള കാരണം എന്തെന്നറിയോ? ബഹുമാനപ്പെട്ട പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലഘട്ടത്തിൽ ഖിബ്ല ബൈത്തുൽ മുഖദ്ദസാണ്. കാരണം എന്താണ്? സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമയാണ് ബൈത്തുൽ മുഖദ്ദസ് പുതുക്കിപ്പണിതത്. ഇബ്രാഹിം നബിയുടെ ഒരു മകൻ ഇസ്ഹാഖ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഖബർ ഇന്ന് ഈ ബൈത്തുൽ മുഖദ്ദസിലാണ്. ഫലസ്തീനില് എന്റെ പ്രിയമുള്ളവരെ, യഹൂദി പരിശകൾ കൈയടക്കി വച്ചിരിക്കുന്ന 2 ആഴ്ചകൾക്ക് മുമ്പ്, ഒരാഴ്ചയ്ക്ക് മുമ്പ് കരുനാഗപ്പള്ളിയിൽ വെച്ചൊരു ലോക അഖില അന്താരാഷ്ട്ര ഖുർആൻ പാരായണ മത്സരം നടത്തിയപ്പോ അതിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കാനും അതിന്റെ പ്രധാന അതിഥിയായി വരാമെന്നേറ്റിരുന്നു ബഹുമാനപ്പെട്ട ബൈത്തുൽ മുഖദ്ദസിന്റെ ഇമാം. പക്ഷെ വന്നില്ല. കാരണം എന്താ? എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, വിസ നിഷേധിക്കപ്പെട്ടു. ആ നാടിന് കലുഷിതമാണ്. ഈ സമുദായത്തിന്റെ പ്രവാചകന്മാരുടെ പാദസ്പർശനം കൊണ്ട് അനുഗ്രഹീതമായ ഇബ്രാഹിം നബി അയക്കപ്പെട്ടതും അവിടെയാണ്, മൂസാ നബി അയക്കപ്പെട്ടത് അവിടെയാണ്. ഒരുപാട് പ്രവാചകന്മാരുടെ പാദസ്പർശനമേറ്റ ഫലസ്തീൻ ഇന്ന് യഹൂദികൾ തകർത്ത് തരിപ്പണമാക്കിക്കൊണ്ടിരിക്കുകയാണ്. മനസ്സിലാക്കിക്കോ പ്രിയമുള്ളവരെ, നമ്മൾ തിരിച്ചറിഞ്ഞോ ഈ സമുദായത്തിന്റെ ഇസ്സത്ത് തകർന്നടിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഓരോ ദിവസങ്ങളും ജാഗ്രതയോടെ കടന്നുപോയില്ലെങ്കിൽ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ ആ കാലഘട്ടം, കഅബ ശരീഫ് പൊളിക്കപ്പെടുന്ന കാലഘട്ടം വിദൂരമല്ല. കാരണം ലോകാവസാനത്തിന്റെ അടയാളങ്ങളൊക്കെ വന്നു കഴിഞ്ഞു. അല്ലാഹു തആല നമ്മളെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. അല്ലാഹു പറയുന്നു, ഈ സമയത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ബൈത്തുൽ മുഖദ്ദസിന് നേരെ നമസ്കരിച്ചു കൊണ്ടിരിക്കുന്നു. പക്ഷേ മനസ്സിൽ വല്ലാത്ത കൊതിയാണ്, മനസ്സിൽ വല്ലാത്ത ആഗ്രഹമാണ്. എന്റെ ഖിബ്ല കഅബയാക്കിയിരുന്നുവെങ്കിൽ. അങ്ങനെ ആഗ്രഹിച്ചിരിക്കുന്ന ഒരു ദിവസം ഒരു അസ്ർ നമസ്കാരത്തിന്
അല്ലാഹുവിന്റെ പ്രവാചകനോട് അല്ലാഹു പറഞ്ഞു, നബിയേ ഖദ് നറാ തഖല്ലുബ വജ്ഹിക ഫിസ് സമാഅ ഫലനുവല്ലിയന്നക ഖിബ്ലതൻ തർലാഹാ. ഏത് സമയത്തും ആകാശത്തേക്ക് കണ്ണും നട്ടിട്ട് ജിബ്രീലിന്റെ വരവിന് വേണ്ടി കാത്തിരിക്കുന്ന നബിയേ, ഫവല്ലി വജ്ഹക ശത്റൽ മസ്ജിദൽ ഹറാം. തിരിഞ്ഞോ നബിയേ. ബാക്കി 2 റക്അത്ത് ബഹുമാനപ്പെട്ട പ്രവാചകൻ തിരിഞ്ഞു നമസ്കരിച്ചത് എങ്ങോട്ടാണ്? കഅബാലയത്തിന് നേരെയാണ്. ഒരു അസ്ർ നമസ്കാരത്തിന് 2 ഖിബ്ലയായിരുന്നു. ഇന്ന് മദീനത്തേക്ക് കടന്നു ചെന്നാൽ ഒരു പള്ളിയുണ്ട് ഇവിടെ, മസ്ജിദുൽ ഖിബ്ലതൈൻ. മസ്ജിദുൽ ഖിബ്ലതൈൻ എന്ന് പറയുന്ന പള്ളിയുടെ ചരിത്രമാണിത്. ഈ പള്ളിയിൽ വെച്ചാണ് അല്ലാഹുവിന്റെ റസൂൽ നമസ്കരിച്ചു കൊണ്ടിരിക്കുമ്പോ 2 റക്അത്ത് കഴിയുമ്പോഴാ ജിബ്രീൽ വരുന്നത്. എന്നിട്ട് പറഞ്ഞു, നബിയേ ഫവല്ലി വജ്ഹക ശത്റൽ മസ്ജിദൽ ഹറാം. തിരിഞ്ഞോ നബിയേ, കഅബയിലേക്ക് തിരിച്ചോ, മുഖമങ്ങ് തിരിച്ചോ നബിയേ. അസ്ർ നമസ്കാരത്തിന്റെ ബാക്കി 2 റക്അത്തും അല്ലാഹുവിന്റെ പ്രവാചകൻ നേരെ തിരിഞ്ഞു നിന്നിട്ട് നമസ്കരിച്ചു കഅബാലയത്തിലേക്ക്. അങ്ങനെ ആ സമയത്ത് അല്ലാഹു ഈ കഅബയെ പറ്റി പറഞ്ഞ പേര് ഖിബ്ല എന്നാണ്. ഖിബ്ല. ഇങ്ങനെ 3 പേരുകളാണ് പരിശുദ്ധമായ ഈ ഭവനത്തിന് അല്ലാഹു നിശ്ചയിച്ചു തന്നിട്ടുള്ളത്. എന്റെ പ്രിയമുള്ള സഹോദരന്മാരെ, 12 പ്രാവശ്യം കഅബാലയം പുതുക്കി പണിതിട്ടുണ്ട്. 12 പ്രാവശ്യം. ആദ്യമായി, ഞാൻ ഒറ്റയടിക്കത് പറയാം, ആദ്യമായി കഅബാലയം പണിതത് മലക്കുകളാണ്. രണ്ടാമത് അതിന്റെ മേൽക്കൂര കെട്ടി ആദം അലൈഹിസ്സലാം. അതിനെ ഭിത്തി നിർമ്മിച്ചു 3-ാമത് ശീസ് നബി അലൈഹിസ്സലാത്തു വസ്സലാം. 4-ാമത് അത് പുനർനിർമ്മിക്കുന്നത് സയ്യിദുനാ ഹസ്രത്ത് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം. അതിനുശേഷം ഇബ്രാഹിം നബിയുടെ കാലഘട്ടത്തിൽ ഇവിടെ മുതലാണ് കഅബാലയത്തിന്റെ 2 ഘട്ടങ്ങളാണ്. ഒന്ന് കഅബാലയം ഇബ്രാഹിം നബിക്ക് മുമ്പുള്ള ഘട്ടം, 2 ഇബ്രാഹിം നബിക്ക് ശേഷമുള്ള ഘട്ടം. എങ്ങനെ തിരിക്കാം? ഇബ്രാഹിം നബിക്ക് മുമ്പ് കഅബാലയത്തിൽ വരാത്ത ഒരുപാട് പ്രവാചകന്മാരുണ്ട്, ഹജ്ജ് ചെയ്യാത്ത ഒരുപാട് പ്രവാചകന്മാരുണ്ട്. കാരണം ഹജ്ജ് നിർബന്ധമല്ല. പക്ഷെ ഇബ്രാഹിം നബിക്ക് ശേഷം എന്റെ പ്രിയമുള്ളവരെ, കഅബാലയത്തിന്റെ മുറ്റത്തെത്താത്ത ഒരു പ്രവാചകനും കഴിഞ്ഞു പോയിട്ടില്ല. അതാണ് ബഹുമാനപ്പെട്ട ഇബ്രാഹിമിന്റെ പവിത്രത കടന്നു വരാം. അപ്പൊ പറയാം ഇൻഷാ അല്ലാഹ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമയ്ക്ക് ശേഷം ആ പരിശുദ്ധമായ കഅബ പുനർനിർമ്മിച്ചു. മക്കയിലെ അൽ അമാലിക എന്ന് പറയുന്ന ഒരു ഗോത്രമുണ്ടായിരുന്നു. അവരാണ് ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമയ്ക്ക് ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമയ്ക്ക് ശേഷം പുതുക്കി പണിയുന്നത്. പിന്നീട് അത് പുതുക്കി പണിതു ജുർഹും എന്ന് പറയുന്ന മറ്റൊരു ഗോത്രം വർഷങ്ങൾക്ക് ശേഷം. അത് കഴിഞ്ഞു ഖുസൈ ഇബ്നു കിലാബ്, പ്രവാചകന്റെ ഉപ്പാപ്പയായ ഖുസൈ ഇബ്നു കിലാബ്, ഒരുപാട് അകലത്തിലുള്ള ഉപ്പാപ്പ, അദ്ദേഹം ഈ കഅബാലയം പുതുക്കി പണിതു. 8-ാമത് പുതുക്കി പണിഞ്ഞത് ഖുറൈശികളാണ്. അതിന്റെ ചരിത്രം നമുക്കറിയല്ലോ. അല്ലാഹുവിന്റെ റസൂൽ നബുവത്ത് കിട്ടുന്നതിന് മുമ്പ് കഅബാലയം പുതുക്കി പണിതു. അപ്പോ അവിടെ നിർത്തിയിട്ട് ഒരു നിമിഷം ഞാൻ അല്പമൊന്ന് പറഞ്ഞോട്ടെ. എന്റെ കഅബാലയത്തിൽ ചെന്നാൽ എന്റെ പ്രിയമുള്ളവരെ, കഅബാലയത്തിനോട് ചേർന്ന ഒരു വളച്ചുകെട്ടുണ്ട്, ഹിജ്ർ ഇസ്മായിൽ. ഇതെങ്ങനെയാ വന്നതെന്നറിയോ? ബഹുമാനപ്പെട്ട പ്രവാചകന്റെ കാലഘട്ടത്തിൽ ഖുറൈശികൾ കഅബാലയം പൊളിച്ചു നിർമ്മിക്കാൻ തീരുമാനിച്ചു. പക്ഷേ ഒരുപാട് പലവിധമായ പണങ്ങളും അവരുടെ കയ്യിലുണ്ട്. പലിശപ്പണമുണ്ട്, കല്ല് കച്ചവടം ചെയ്ത പണമുണ്ട്, വ്യത്യസ്തമായ പല രൂപത്തിലും ഭാവത്തിലും വന്ന പൈസയാ ഖുറൈശി മക്കളുടെ കൂട്ടത്തിലുള്ളത്. അങ്ങനെ ഖുറൈശികൾ കഅബാലയത്തിന്റെ പണി നടക്കുമ്പോ തന്റെ ആളുകളെ വിളിച്ചിട്ട് പറഞ്ഞു, ഇത് അല്ലാഹുവിന്റെ വീടാണ്, ഇത് പടച്ചോന്റെ ഭവനമാണ്, ഇത് പുതുക്കി പണിയാൻ ഹലാലായ പണം മാത്രമേ നിങ്ങൾ തരാവൂ. പലിശ കൊണ്ടുള്ള പണം തരല്ലേ, കള്ള കച്ചവടം ചെയ്ത പണം തരല്ലേ, പിടിച്ചു പറിച്ച വഞ്ചനയിലൂടെയും കള്ള കച്ചവടത്തിലൂടെയോ പണമുണ്ടാക്കിയ പൈസ നിങ്ങൾ കഅബാലയത്തിന് തരരുതേ എന്ന് ഖുറൈശികൾ വിളംബരം പുറപ്പെടുവിച്ചു. ആളുകൾ ഹലാലായ പൈസ മാത്രം കൊണ്ടുകൊടുത്തു. കഅബാലയം പണിയാൻ വേണ്ടി ഖുറൈശികൾ ഒത്തുകൂടി. അങ്ങനെ കഅബ പണിയാൻ വേണ്ടി എല്ലാ കണക്കുകളും കൂട്ടിയപ്പോ ഈ സ്വരൂപിച്ച പൈസ കഅബാലയത്തിന്റെ പൂർത്തീകരണത്തിന് മതിയാകാതെ വന്നു. അപ്പൊ അവരൊരു തീരുമാനം എടുത്തു. ഈ ഹിജ്ർ ഇസ്മായിൽ അത് കഅബയുടെ ഉൾഭാഗമായിരുന്നു. ഈ ഭാഗം പുറത്തു നിർത്തിക്കൊണ്ട് ബാക്കി ഭാഗം നമുക്ക് പണിയാം. കാരണം പൈസ ഇല്ലാത്തത് കൊണ്ട്, ഹലാലായ പണമില്ലാത്തത് കൊണ്ട്. നോക്കണം, 33 കോടി ദൈവങ്ങളെ കഅബാലയത്തിന്റെ ഉള്ളിൽ വെച്ച് ആരാധിക്കുന്ന മക്ക ഖുറൈശികൾ പറഞ്ഞു, അല്ലാഹുവിന്റെ വീടായി നിർമ്മിക്കാൻ പോണത്. അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരെ, ഹലാലായ പൈസ മാത്രമേ ഇതിന് വരാവൂ, ഹറാമായ പൈസ ഇതിന് വരരുത് എന്ന് ബഹുമാനപ്പെട്ട അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു തരികയാണ് നമ്മളോട്.
അങ്ങനെയാണ് ഖുറൈശികളുടെ കാലഘട്ടത്തിൽ കഅബ ശരീഫ് പുനർനിർമ്മിക്കുമ്പോഴാ പൈസ തികയാതെ വന്നത് കൊണ്ടാ ഹിജ്റു ഇസ്മായിൽ എന്ന സ്ഥാനം മക്കയിൽ നിന്ന് കഅബയിൽ നിന്ന് പുറത്തായി പോയത്. അതിനുശേഷം പിന്നീട് കഅബ പുനർനിർമ്മിച്ചു. ഹിജ്റ 65 അബ്ദുല്ലാഹ് ഇബ്നു സുബൈർ എന്ന് പറയുന്ന അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നു വഫാത്തായി 55 വർഷം കഴിഞ്ഞപ്പോ കഅബാലയം മൊത്തത്തിൽ പുതുക്കിപ്പണിതു അബ്ദുല്ലാഹ് ഇബ്നു സുബൈർ. പിന്നീട് അത് പുതുക്കിപ്പണിതു 10ാമത് ഹിജ്റ 74 ഹജ്ജാജ് ഇബ്നു യൂസുഫ് എന്ന് പറയുന്ന ഒരു രാജാവ് ഉണ്ടായിരുന്നു. അദ്ദേഹം കഅബാലയം പുതുക്കിപ്പണിതു. പിന്നെ ഹിജ്റ 11ാമത് കഅബാലയം പുതുക്കിപ്പണിയുന്നത് ഹിജ്റ 1040 സുൽത്താൻ മുറാദ് എന്ന് പറയുന്ന ഒരു രാജാവാണ്. അദ്ദേഹമാണ് കഅബാലയത്തിന്റെ 11ാമത് പുതുക്കി മനോഹരമായ രീതിയിൽ പണിയുന്നത്. 12ാമത് കഅബാലയം പുതുക്കി പണിയുന്നത് 1417 ബഹുമാനപ്പെട്ട ഫഹദ് ബിൻ അബ്ദുൽ അസീസ്. കേട്ടിട്ടില്ലേ? കഅബാലയം, പരിശുദ്ധമായ കഅബാലയം സ്ഥിതി ചെയ്യുന്ന സൗദി അറേബ്യയുടെ തൊട്ടുമുമ്പ് മരണപ്പെട്ടു പോയ ഭരണാധികാരി ഫഹദ് ബിൻ അബ്ദുൽ അസീസ്. അല്ലാഹു ഖബർ വിശാലമാക്കി കൊടുക്കട്ടെ. കാരണം അദ്ദേഹം പറഞ്ഞു, എന്നെ ഒരു രാജാവെന്നും നേതാവെന്നും വിളിക്കപ്പെടാതെ ഇരു ഹറമുകളുടെ സേവകനെന്ന് വിളിക്കപ്പെടാൻ ഞാൻ ആഗ്രഹിക്കുന്നുവെന്ന് ഫഹദ് ബിൻ അബ്ദുൽ അസീസ് പഠിപ്പിച്ചു. അന്ന് മുതലാണ് ഖാദിമുൽ ഹറമൈൻ ഷരീഫൈൻ, പരിശുദ്ധമായ 2 ഹറമുകളുടെ സേവകർ എന്ന് സൗദിയുടെ രാജാക്കന്മാരെ വിളിക്കപ്പെടുന്നത്. ഈ അടുത്തും അബ്ദുള്ള രാജാവ് അമേരിക്കയിൽ പോയി ചികിത്സ കഴിഞ്ഞ് മടങ്ങി വന്നപ്പോൾ സൗദിയിൽ മുഴുവനും ഭയങ്കര സ്വീകരണമായിരുന്നു. എല്ലാ സ്ഥലങ്ങളിലും മലിക്കുൽ ഇൻസാനിയ, മലിക്കുൽ ഖുലൂബ് എന്ന് പറഞ്ഞ് ബോർഡ് എഴുതി വെച്ചു. ഒരു പ്രാവശ്യം യാത്രാ മധ്യേ ഇദ്ദേഹം ഇത് കണ്ടപ്പോ അത് കണ്ടിട്ട് പറഞ്ഞു, വിലക്കി, ചെയ്യാൻ പാടില്ല. മലിക്കുൽ ഇൻസാനിയ അല്ലാഹുവാണ്, മലിക്കുൽ ഖുലൂബ് അല്ലാഹുവാണ്. എന്നെ പറ്റി നിങ്ങൾ അങ്ങനെ പറയല്ലേ, എന്നെ പറ്റി നിങ്ങൾ അങ്ങനെ പറയരുതേ. ഞാൻ നിങ്ങളുടെ ഒരു സഹോദരനാണ്, അല്ലാഹുവിന്റെ ദാസനാണ്, ഖാദിമുൽ ഹറമൈൻ, ഈ 2 ഹറമുകളുടെ സേവകൻ എന്നെ വിളിച്ചാൽ മതി എന്ന് അബ്ദുള്ള രാജാവ് പറയുകയുണ്ടായി. എന്റെ പ്രിയമുള്ള സഹോദരന്മാരെ, ഇങ്ങനെ 12 പ്രാവശ്യം ഫഹദ് ബിൻ അബ്ദുൽ അസീസ് കഅബാലയം പുതുക്കിപ്പണിട്ട് ഇപ്പൊ എത്ര വർഷമായി? ഹിജ്റ 1433 1417 കഅബാലയം പുതുക്കിപ്പണിത്. അപ്പൊ എത്ര വർഷമായി? 16 വർഷം. 16 വർഷം മുമ്പാണ് കഅബാലയം അവസാനമായി എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ പുതുക്കിപ്പണിയും. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം ഷാമിൽ ഇങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. നൂഹ് നബി അലൈഹിസ്സലാമിന്റെ കാലഘട്ടത്തിലുണ്ടായ സുനാമിയിൽ കഅബ മുഴുവനും തകർന്ന് തരിപ്പണമായി പോയി. ഒന്നും ബാക്കിയില്ല. അതിനുശേഷം കുറച്ച് ചുവന്ന കല്ലുകൾ അവിടെ ഇങ്ങനെ കൂടിക്കിടന്നു. ഏതാണ് ഈ കല്ലുകൾ? കഅബാലയം പണിയാൻ കല്ലുകൾ സ്വരൂപിച്ചത് എവിടെ നിന്നറിയോ? 5 മലകളിൽ നിന്നാണ്. ഒന്ന് ഉഹദിൽ നിന്ന്, ഒന്ന് ജബലു അബീ ഖുബൈസിൽ നിന്ന്, ഒന്ന് ജബലുൽ കഅബയിൽ നിന്ന്, മറ്റൊന്ന് ജബലു തൂറിൽ നിന്ന്, വത്തീനി വസ്സൈതൂനി വത്തൂരി സീനീൻ. ഇങ്ങനെ 5 മലകളിൽ നിന്നാണ് മലക്കുകൾ കല്ല് കൊണ്ടുവന്ന് കഅബാലയം നിർമ്മിച്ചത്. ഈ മലകളൊക്കെ വലിയ സ്ഥാനമാണ്. അല്ലാഹുവിന്റെ റസൂൽ മദീനത്തു നിന്ന് ഒരു യാത്ര പോകാൻ വേണ്ടി പുറപ്പെടുകയാണ്. യാത്ര കഴിഞ്ഞ് മടങ്ങി വരുമ്പോ 7.5 കിലോമീറ്ററോളം ചുറ്റളവിൽ കിടക്കുന്ന ഉഹദ് മലയുടെ ഭാഗത്തെത്തിയപ്പോ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, സഹാബാ, ഹാദാ ഉഹദ്, ഇത് ഉഹദാണ്. യുഹിബ്ബുനാ വനുഹിബ്ബുഹു. ആ മല നമ്മെയും സ്നേഹിക്കുന്നു, നമ്മൾ ഉഹദിനെയും സ്നേഹിക്കുന്നു. ഉഹദ് മല നാളെ സ്വർഗത്തിലാണ്. ഈ മലകൾക്ക് പവിത്രതയുണ്ട്. ബഹുമാനപ്പെട്ട മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമയ്ക്ക് അല്ലാഹു തൗറാത്ത് എന്ന ഗ്രന്ഥം കൊടുത്തത് തൂരി സീനാ പർവ്വതത്തിൽ വെച്ചാണ്. ആ മലയിൽ നിന്ന് അങ്ങനെ 5 മലകളിൽ നിന്നാണ് കല്ല് കൊണ്ടുവന്ന് കഅബ ശരീഫ് നിർമ്മിച്ചത്. ആ കല്ലുകൾ ഇങ്ങനെ ചുവന്ന കല്ലുകളായിരുന്നു. അതിങ്ങനെ കൂടിക്കിടക്കുകയാണ് ആ ഭാഗത്ത്. അങ്ങനെ ഒരു ദിവസം ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം ഷാമിലേക്ക് അയക്കപ്പെട്ട ഇബ്രാഹിം നബി സ്വപ്നം കാണുകയാണ്. ഇബ്രാഹിം നബിയോട് അല്ലാഹു പറഞ്ഞു, ഇബ്രാഹിമേ, ഇബ്രാഹിം നബിയുടെ കഥയറിയില്ലേ? 107 വയസ്സുവരെയും വിഷമിച്ച് വിഷണ്ണനായി വിഷാദനായി നടക്കുകയായിരുന്നു ഹസ്രത്ത് ഇബ്രാഹിം അലൈഹിസ്സലാം. മക്കളില്ലാത്ത ദുഃഖത്തിന്റെ പേരിൽ, പ്രയാസത്തിന്റെ പേരിൽ ഇന്ന് എത്രയെത്ര ആളുകളാ മക്കളില്ലാതെ വിഷമിച്ച് നടക്കുന്നത്, പ്രയാസപ്പെടുന്നത്. ഈ സദസ്സിലും ഉണ്ടാതിരിക്കില്ല എന്ന് എനിക്കറിയാം. ഏത് സദസ്സിൽ ചെന്നാലും സന്താന ഭാഗ്യത്തിന് വേണ്ടി ദുആ ചെയ്യാൻ പറയാറുണ്ട്. എത്രയെത്രയോ സഹോദരങ്ങളാ സന്താന ഭാഗ്യം
ഭാഗ്യമില്ലാതെ വിഷമിക്കുന്നത്. അങ്ങനെ ആരെങ്കിലോ സന്താന ഭാഗ്യമില്ലാതെ സന്താനം തടയപ്പെട്ടിട്ട് ഏതെങ്കിലും സഹോദരിമാരന്റെ ശബ്ദം കേൾക്കുന്നുവെങ്കിൽ നിങ്ങളുടെ മനസ്സുകൊണ്ട് പടച്ചോനെ പ്രാകല്ലേ, അല്ലാഹനെ വെറുക്കല്ലേ. കണ്ടോ ഇബ്രാഹിം നബി അലൈഹിസ്സലാം, ആ പ്രവാചകനെ അല്ലാഹു പരീക്ഷിക്കുകയാ. 107 വയസ്സ് വരെയോ ഒരു മക്കളില്ലാതെ കണ്ണുനീരോട് ഇബ്രാഹിം നബി പടച്ചോനോട് ദുആ ചെയ്തു. അങ്ങനെ ദുആ ചെയ്ത് 107ാമത്തെ വയസ്സെത്തിയപ്പോ അല്ലാഹു ഇബ്രാഹിം നബിക്ക് ഒരു പൊന്നുമോനെ കൊടുക്കുകയാണ്. ആ പൊന്നുമോന്റെ പേരാണ് ഇസ്മായിൽ അലൈഹിസ്സലാത്തു വസ്സലാം. ഇതൊന്നും അറബി പേരുകളല്ല. ഇബ്രാഹിമും അറബി പേരല്ല, ഇസ്മായിലും അറബി പേരല്ല. പിന്നെയോ അനറബി ഭാഷയിലുള്ള ഹീബ്രു ഭാഷയാണെന്ന് പറയപ്പെടുന്നുണ്ട്. ഇസ്മായിൽ എന്ന മകനെ കൊടുത്തു. ബഹുമാനപ്പെട്ട പ്രവാചകൻ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമയുടെ ഒരു ഭാര്യയാണ് സാറ. സാറയിൽ മക്കളില്ലാതെ വിഷമിച്ചു ഒരുപാട് പ്രയാസപ്പെട്ടപ്പോ ഒരു അടിമയുണ്ടായിരുന്നു, ഹാജർ, കറുത്തൊരു പെണ്ണ്. എന്റെ സഹോദരിമാർക്ക് ഞാൻ സമ്മാനിക്കുന്നു ഹാജറിനെ. ഹാജർ അലൈഹിസ്സലാം ലോകത്തിന്റെ കടാവിളക്കാണ് ഹാജർ. എന്റെ സഹോദരിമാരെ, നിങ്ങൾക്കറിയോ ഇസ്ലാമിന്റെ ആദ്യത്തെ രക്തസാക്ഷി ബഹുമാനപ്പെട്ട സുമയ്യയാണ്. അല്ലാഹു കഅബാലയത്തിന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, കഅബാലയത്തിന്റെ ലോകത്തിന്റെ അച്യുതണ്ടായ അല്ലാഹു തആല ആദ്യമായി സൃഷ്ടിച്ച ആ പരിശുദ്ധ കഅബാലയത്തിന്റെ ചുവട്ടിലൊരു ഖബറുണ്ട്. അതാരുടെ ഖബറെന്നറിയോ? ബഹുമാനപ്പെട്ട ബീവി ഹാജറിന്റെ ഖബറാണ്. ഇന്ന് ജനലക്ഷങ്ങൾ തവാഫ് ചെയ്യുമ്പോ 10,000 ഹിജ്റ ഇസ്മായിൽ എന്ന് പറയുന്ന ആ വളച്ചുകെട്ടിന്റെ അകത്ത് കയറി 2 റക്അത്ത് നമസ്കരിക്കാൻ വേണ്ടി മണിക്കൂറുകളോളം കാത്തു നിൽക്കുമ്പോ മറക്കാതിരിക്കട്ടെ, ഓ ഹിജ്റ ഇസ്മായിലിന്റെ അകത്താണ് കറുത്ത പെണ്ണായ ഹാജറിന്റെ ഖബർ അല്ലാഹു കൊടുത്തിരിക്കുന്നത്. കഅബാലയത്തിന്റെ മുറ്റത്തൊരു പെണ്ണിന്റെ ഖബറുണ്ടെങ്കിൽ അത് ഹാജറിന്റെ ഖബറാണോ. അതുകൊണ്ട് ഈ വേളാവൂരിരിക്കുന്ന എന്റെ പ്രസംഗം കേൾക്കുന്ന എന്റെ പ്രിയപ്പെട്ട ഉമ്മ, നെറികെട്ട ജീവിതം കൊണ്ട് പടച്ചോനോട് നന്ദികേട് കാട്ടല്ലേ. അല്ലാഹു നിനക്കെത്ര ഭാഗ്യമാ പൊന്നുമോളെ തന്നത്, എത്ര വലിയ ഭാഗ്യമാ. ഒരു പെണ്ണിന്റെ തൃപ്തിയില്ലാതൊരു പുരുഷന് പോലും സ്വർഗത്തിൽ കടക്കാൻ അല്ലാഹു ഭാഗ്യം തരില്ല. പെണ്ണിനല്ല കൊടുത്ത തൗഫീക്ക് കണ്ടോ, ഒരു പെണ്ണിന് പടച്ചോൻ കൊടുത്ത ഭാഗ്യം കണ്ടോ. ഒരു പ്രവാചകന്റെ ഖബറല്ല, ഒരു വലിയ സ്വാത്വികന്റെ ഖബറല്ല, ഒരു കറുത്തവളായ പെണ്ണിന്റെ ഖബറാ. ഹാജർ അലൈഹിസ്സലാത്തു വസ്സലാം മരണപ്പെടുന്നത് അവിടെയാണ്. എങ്ങനെയാ ചരിത്ര പശ്ചാത്തലം നിങ്ങൾക്കറിയില്ലേ? കഅബാലയത്തിന്റെ മുറ്റത്ത്, കഅബാലയത്തിന്റെ ഉള്ളില്, ആ കെട്ടിന്റെ ഉള്ളിൽ കുറച്ച് ചുവന്ന കല്ലുകൾ ഇങ്ങനെ കൂടിക്കിടക്കുമ്പോഴാ ഇബ്രാഹിം നബി ഷാമിൽ വെച്ച് ദുആ ചെയ്യുന്നത്. സ്വപ്നം കാണുന്ന ഇബ്രാഹിമേ 107ാമത്തെ വയസ്സിൽ, ഞാൻ പറഞ്ഞു വന്ന വിഷയം പൂർത്തീകരിച്ചില്ല. സാറയിൽ മക്കളില്ലാതെ വന്നപ്പോ കറുത്തവളായൊരു പെണ്ണുണ്ടായിരുന്നു, ഹാജർ അടിമയായിരുന്നു. ഈ ഭാര്യ സാറ ചെന്നിട്ട് ഭർത്താവിനോട് പറഞ്ഞു, ഭർത്താവേ, എന്നിൽ നിങ്ങൾക്ക് ഒരു കുഞ്ഞിനെ കാണാനുള്ള ഭാഗ്യം കിട്ടിയത്, അതുകൊണ്ട് നിങ്ങൾ ആ അടിമയായ പെണ്ണിനെ വിവാഹം കഴിക്കുമോ, മോചിപ്പിച്ചിട്ട് ചിലപ്പോൾ അല്ലാഹു തആല നിങ്ങൾക്ക് അതിലൊരു കുഞ്ഞിനെ തന്നേക്കും. എന്തൊരു വാക്കാണ്, എന്തൊരു വലിയ വാക്കാണ് ഒരു ഭർത്താവിനോടൊരു ഭാര്യ പറയുന്ന സ്നേഹത്തിന്റെ വാക്ക് അല്ലേ. നമ്മളോട് നമ്മുടെ ഭാര്യമാര് പറയോ എത്ര വർഷം മക്കളില്ലാതെ വിഷമിച്ച് പാടുപെട്ട് പ്രയാസപ്പെട്ട് നിൽക്കുകയാണെങ്കിലും ഏതെങ്കിലും ഒരു പെണ്ണ് പറയോ, മച്ചാ കാക്ക നിങ്ങള് അവളെയും കൂടെ കെട്ടിയാൽ. എന്റെ പ്രിയമുള്ള സഹോദരന്മാരെ, ഞാൻ ഒന്നുകൂടെ കെട്ടാൻ പോവാണെന്ന് കാണും ഭാര്യമാരെന്ന് പറഞ്ഞു നോക്കിയ കോള് മാറും, ആ കാലിന്റെ മുട്ടുതല്ലി ഒടിക്കും, എന്ത് വേണമെങ്കിലും കൊടുക്കും. പക്ഷേ സ്വന്തം ഭർത്താവിന് ഞാനല്ലാതെ വേറൊരു ഭാര്യ ചിന്തിക്കാൻ കഴിയില്ല. പക്ഷെ അറബികൾ അങ്ങനെയല്ല, അവരുടെ ഭാര്യമാരുടെ കണക്ക് പറഞ്ഞിട്ട് അഭിമാനിക്കുന്നവരാ. ഞാൻ ആദ്യം ഗൾഫിൽ ചെന്നപ്പോ പ്രിയമുള്ള സഹോദരന്മാരെ, ഒരു അറബിയുടെ പള്ളിയിൽ ജോലിക്ക് കയറി. ആ പള്ളിയിൽ ജോലിക്ക് കയറുമ്പോ ഒരു അറബിയുടെ സ്വന്തം പള്ളിയാണ്. ആ അറബിക്ക് 4 ഭാര്യമാരും 38 മക്കളുണ്ട്. എത്രയാ? 4 ഭാര്യമാരും 38 മക്കളും. കണ്ണു തള്ളണ്ട, മൂത്ത മോനെ കണ്ട വാപ്പായൊക്കെ പ്രായം തോന്നും. അറബികൾക്കൊരു സ്വഭാവം ഉണ്ട്, വാപ്പായെ മേടാതെ വിളിക്കുള്ളൂ, എടാ വാപ്പ, പോടാ വാപ്പ, ഇങ്ങനെയൊക്കെ വിളിക്കുള്ളൂ അവർ, നമ്മുടെ ശൈലി.
അങ്ങനെ ഞാൻ അവിടെ ചെന്നു. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അവിടെ നിന്ന് അറബി എന്ത് ചെയ്തു, ഇയാളുടെ കുഞ്ഞു മക്കളെ, ഏറ്റവും പ്രായം കുറഞ്ഞ മക്കളെ ഒരു 17 എണ്ണത്തിനെ പിടിച്ച് എന്നെ ഏൽപ്പിച്ചിട്ട് പറഞ്ഞു, ഇവന്മാരെ ഹിഫ്ള് പഠിപ്പിക്കണം, ഖുർആൻ പഠിപ്പിക്കണം. ഇവന്മാരെ അനുസരിക്കത്തില്ല. അപ്പൊ ഞാൻ ഇവിടെ വലിയ കാര്യത്തിൽ പള്ളിയിൽ നിന്ന് പിള്ളേരെല്ലാം ഉസ്താദെ ഉസ്താദെ ഉസ്താദ് ആദരപൂർവ്വം ആളുകളും വലിയ ആളുകളും ചെറിയവരും ഒക്കെ എന്റെ വലിയ ബഹുമാനമാണല്ലോ. ഉസ്താദന്മാരോട് വലിയ ആദരവും ബഹുമാനം നമ്മുടെ നാട്ടുകാർ കൊടുക്കുക. അള്ളാഹു അത് തിരിച്ച് ബഹുമാനവും ആദരവും നിങ്ങൾക്കും തരട്ടെ. അപ്പൊ ആ ഒരു ബഹുമാനവും ആദരവും അനുഭവിച്ചു പോയ എന്നെ സംബന്ധിച്ചിടത്തോളം അവിടെ ചെന്നപ്പോ ഈ കുരുത്തം കെട്ടന്മാര് വിളിക്കും, ഷഫീഖ് ഒറ്റ കേറ്റെടുക്കാൻ തോന്നി ഈ വിളി കേൾക്കുമ്പോ. അങ്ങനെ ക്ലാസ്സിൽ പോയിരിക്കുക, 17 എണ്ണം എന്റെ മുന്നേ വന്നിരിക്കുക. അവന്മാര് ബോൾ കളിക്കാനും ക്രിക്കറ്റ് കളിക്കാനും ഓടിച്ചാടുന്ന വിയർപ്പ് നീരോടുകൂടി നാറ്റമായിരിക്കും. ചാടി കയറി കയ്യും കഴുകത്തില്ല, കാര്യം നേരെ കയറി ക്ലാസ്സിലോട്ട് വരും. അടിക്കാൻ പറ്റുമോ, അടിച്ചാൽ തീർന്നു. ഒരു അടിയും കാണാൻ കൊടുത്താൽ നമ്മുടെ കാര്യം കുഴഞ്ഞു. ഗൾഫും തീർന്ന് എല്ലാ പൂജയിൽ നിന്ന് വീട്ടിൽ വന്നിരിക്കേണ്ടി വരും. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു, ക്ലാസ്സിൽ വന്നിരിക്കുമ്പോ ക്ലാസ്സിലിരിക്കുമ്പോ പോലും പാഠം തരാൻ സമയാപന്മാരോട് ഷഫീഖ് നമ്മുടെ ഭാഷയിലും മദ്രസയിലും ഉസ്താനെ ഒരു ചെറുക്കം വിളിക്കുക, ഉസ്താദെ വാടാ ഇത് കേക്കടാ എന്ന് പറയുന്നതിന് തുല്യം. അപ്പൊ അടിക്കാൻ പറ്റൂലല്ലോ അങ്ങനെ വിളിക്കുന്നതിന്റെ പേരിൽ. അതുകൊണ്ട് പാഠം തരാൻ വരുമ്പോ തെറ്റിയില്ലെങ്കിലും തെറ്റിച്ചിട്ട് ചാടി കൊടുക്കുമായിരുന്നു. അത്ര ദേശീയമായിരുന്നു. അപ്പൊ അങ്ങനെ ഒരു സ്വഭാവ അറബികൾക്കുണ്ട്. ഒന്നിലധികം ഭാര്യമാരെ കൊണ്ടും ഒരുപാട് മക്കളെ കൊണ്ടും സന്തോഷിക്കുന്നവരാണ് അറബികൾ. ആ അറബി കുലം ഇബ്രാഹിം നബിയുടെ പരമ്പരയാണ്. ഇബ്രാഹിം നബിയുടെ ഭാര്യ പറഞ്ഞു, സാറ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഹാജറിനെ കെട്ടുമോ? അതിനൊരു കുഞ്ഞിനെ അള്ളാഹു തന്നേക്കാം. ആ പെണ്ണിന്റെ മനസ്സിന്റെ ആഗ്രഹവും ഭർത്താവിനെ സമാശ്വസിപ്പിക്കുന്നതിന്റെയും സമാധാനിപ്പിക്കുന്നതിന്റെയും ഭാഗമായി പറഞ്ഞ വാക്ക് അള്ളാഹു സ്വീകരിക്കുകയാണ്. അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം ഇബ്രാഹിം ഹാജറിനെ കല്യാണം കഴിച്ചു. അതിൽ നിന്നാണ് ഒരു കുഞ്ഞുണ്ടായത്, ബഹുമാനപ്പെട്ട സയ്യിദുനാ ഇസ്മായിൽ അലൈഹിസ്സലാം. 107 വയസ്സ് ആർക്ക്? ഇബ്രാഹിം നബിക്ക്. കുഞ്ഞുണ്ടായപ്പോ ഭയങ്കര സന്തോഷമായി. കുഞ്ഞിനെ താലോലിക്ക്. എപ്പോഴും നമ്മളൊക്കെ അങ്ങനെയാണ്, നമുക്കൊരു കുഞ്ഞുണ്ടായപ്പോൾ അടുത്തുനിന്ന് മാറുമോ? അവിടെ ഞുള്ളി ഇവിടെ ഞുള്ളി താലോലിച്ചും പാട്ടും പാടിയും രസിപ്പിച്ചും കളിപ്പിച്ചും മക്കളുടെ കളി കാണാനും ചിരി കാണാനും സന്തോഷിക്കുന്നവരാണ് നമ്മളൊക്കെ. അതുകൊണ്ട് തന്നെ ബഹുമാനപ്പെട്ട ഇബ്രാഹിം അലൈഹിസ്സലാം തന്റെ പൊന്നുമോനെ കളിപ്പിച്ചു വാത്സല്യത്തോടെ വളർത്തിക്കൊണ്ടുവരുമ്പോ ഇത്രയും നാളും പടച്ചോന് വേണ്ടി ജീവിച്ച ഇബ്രാഹിം അലൈഹിസ്സലാം അല്പമൊന്ന് സ്നേഹം തെന്നി മാറിയോ എന്ന് അല്ലാഹുവിന് തോന്നിയപ്പോ അല്ല പറഞ്ഞു, ഇബ്രാഹിമേ, നിനക്ക് ഞാൻ തന്ന പൊന്നുമോനുണ്ടല്ലോ, കരളിന്റെ കഷണമായ പൊന്നുമോനുണ്ടല്ലോ, ഓ കുഞ്ഞുമോനെ കൊണ്ടുപോയി മക്കയിൽ ഉപേക്ഷിക്കണേ ഇബ്രാഹിമേ. നമുക്ക് ഓർക്കും അല്ലാഹ്ക്ക് വട്ടുണ്ടോ അല്ലേ? ചില ആളുകള് ഇൽമില്ലാത്ത ഈമാനില്ലാത്തവർ ചിന്തിക്കും ഇത് കേൾക്കുമ്പോ, അല്ല എന്തിനാ അങ്ങനെ പറഞ്ഞത്? ഇന്നത്തെ മക്കയല്ല അന്നത്തെ മക്ക. ഒരു മനുഷ്യനില്ല, മലക്കുകളില്ല, ജിന്നുകളില്ല, ഒന്നുമില്ല. പക്ഷി പറവാദികൾ പോലും പറക്കാത്ത നാടാണ് മക്ക. കറുത്ത് കരിവാളിച്ച കല്ലുകൾ കൊണ്ട് മാത്രം മൂടപ്പെട്ട മലകൾ കൊണ്ട് നിർമ്മിതമായ സ്ഥലമാണ് കഅബയുടെ ചുറ്റുഭാഗത്തുള്ള മക്ക. അവിടേക്കൊരു മനുഷ്യൻ പോലും കടന്നെത്താറില്ല, ആരും വരാറില്ല, ആരും തിരിഞ്ഞു നോക്കാറില്ല. അതുകൊണ്ട് തന്നെ ആരുടെയും സഹായമെത്താത്ത നാടായതുകൊണ്ട് അല്ല പറഞ്ഞു, ഇബ്രാഹിമേ, നിന്റെ പൊന്നുമോനെ കൊണ്ടുപോയി ഉപേക്ഷിക്കാൻ. അങ്ങനെ ഇബ്രാഹിം നബി അലൈഹിസ്സലാം തന്റെ മകനെ കൊണ്ടുപോവുകയാണ്. മകന്റെ കയ്യിൽ പിടിച്ചു, ഭാര്യയും വിളിച്ചു, ഒട്ടകപ്പുറത്ത് കയറി ചെന്നു. മക്കയില് ജിബ്രീലും കൂടെയുണ്ട്. ഇബ്രാഹിം ഓരോ ഗ്രാമത്തിലെത്തുമ്പോഴോ ജിബ്രീലിനോട് ചോദിക്കുകയാ, ജിബ്രീലേ, അഹാഹുനാ ഉമിർതു, ഇവിടെ കൊണ്ടുവിടാനാണോ അല്ലാഹു പറഞ്ഞത്? ഇംലിയാ ഖലീലല്ലാഹ്, അല്ല നബിയെ പൊയ്ക്കോ, കുറച്ചുകൂടിയുണ്ട്. ഇബ്രാഹിം നബി നടക്കുകയാണ്. മക്കളുടെ കയ്യിൽ പൊന്നുമോന്റെ കയ്യിൽ പിടിച്ച്, ആ ഇളകയിൽ പിടിച്ചുകൊണ്ട് പ്രിയപ്പെട്ട ഭാര്യയും കൊണ്ട് പോവുകയാ. കഅബാലയത്തിന്റെ മുറ്റത്താ ചുവന്ന് കൂടിക്കിടക്കുന്ന കല്ലിന്റെ സ്ഥലത്തെത്തിയപ്പോ ഇബ്രാഹിം നബി ചോദ്യം ആവർത്തിക്കുകയാ, യാ ജിബ്രീലു ഔമിർതു ഹാഹുനാ, ഇവിടെ ഇറങ്ങാനാണോ ജിബ്രീലേ അല്ലാഹു കൽപ്പിച്ചത്? നഅം യാ ഖലീലല്ലാഹ്, ഇവിടെയാണ് നബിയേ. അങ്ങനെ ഇബ്രാഹിം നബി അലൈഹിസ്സലാം തന്റെ പ്രിയപ്പെട്ട പൊന്നുമോനെയോ കണ്ട് കണ്ട് കൊതിതീരാത്ത സ്നേഹിച്ച് തീരാത്ത പ്രിയപ്പെട്ട പുത്രനെ കൊണ്ടുപോയി വിടുകയാണ്. അവിടെ
ഭാര്യയുമുണ്ട്. ഹാജറിന്റെ കയ്യിൽ ഒരു പൊതിയേൽപ്പിക്കുകയാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം. കുറച്ച് കാരക്ക മാത്രം, കുറച്ച് വെള്ളവും. എന്നിട്ട് ഇബ്രാഹിം നബി തിരിച്ചു പോരുകയാ. അങ്ങനെ മടങ്ങി പോകുമ്പോ ചരിത്രം നിങ്ങൾ ഒരുപാട് കേട്ടിട്ടുള്ള സംഭവമാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം തിരിച്ച് ഷാമിലേക്ക് വന്നു. ദിവസങ്ങൾ കഴിഞ്ഞു, കയ്യിലുള്ള വെള്ളമൊക്കെ തീർന്നു. ഹാജർ അലൈഹിസ്സലാം ഒരു മകനുമായി ഒറ്റയ്ക്കൊരു മരുഭൂമിയിൽ, ആരുമില്ല, ഒരു മനുഷ്യനുമില്ല സഹായിക്കാൻ, ഒന്ന് വിളിച്ചു ചോദിക്കാൻ, ഒന്ന് പ്രയാസം പറയാൻ, സങ്കടം പറയാൻ ഒറ്റ മഖ്ലൂഖുമില്ല. പക്ഷി പറവാദികൾ പോലും വരാത്ത വിജനമായ, തീർത്തും വിജനമായ നാട്. ഹാജർ അലൈഹിസ്സലാം വല്ലാതെ മനസ്സുകൊണ്ട് വിഷമിച്ചു. 2-3 ദിവസം കഴിഞ്ഞപ്പോ ഈത്തപ്പഴം തീർന്നു, വെള്ളവും തീർന്നു. കുഞ്ഞുമോൻ, പൊന്നുമോൻ, എന്റെ പ്രിയമുള്ളവരെ ചുണ്ട് ചലിപ്പിക്കാൻ തുടങ്ങി വെള്ളത്തിന്. വെള്ളമില്ല കൊടുക്കാൻ. കഥയൊക്കെ നിങ്ങൾക്കറിയല്ലോ. ചുരുക്കി പറഞ്ഞാൽ നിമിഷങ്ങൾ കഴിയേണ്ട താമസം ഹാജർ ഓടി സഫാ കുന്നിന്റെ മുകളിലേക്ക്. ഇന്നത്തെ സഫാ കുന്ന് നമുക്ക് ചെന്നാൽ കാണാം, അലങ്കരിച്ചിട്ടിട്ടുണ്ട്. മെഴുകു പോലെ നല്ല മിനുക്കി റെഡിയാക്കിയിട്ടിട്ടുണ്ട്. അത് പരുപരുത്ത പാറക്കല്ലായിരുന്നു അന്ന്. ബഹുമാനപ്പെട്ട ഹാജർ അലൈഹിസ്സലാം കേറിയതിന്റെ മുകളിൽ എവിടെയെങ്കിലും ജീവന്റെ അംശമുണ്ടോ, വെള്ളമുണ്ടോ എന്ന് അന്വേഷിക്കാൻ ഭർത്താവ് കൊണ്ടിട്ടിട്ട് പോയിരിക്കുകയാണ്. ആരുമില്ല. അല്ലാഹുവേ, ആ സമയത്തൊരു പെണ്ണിന്റെ മനസ്സിനെ കുറിച്ചോർത്തോ. നമ്മളെങ്ങാനും നമ്മുടെ മക്കളെ ഭാര്യ ഏൽപ്പിച്ചിട്ട് എവിടെയെങ്കിലും പോയ സമയത്ത് മക്കൾക്കൊന്ന് പനി പിടിച്ചാ നമ്മുടെ ഭാര്യമാരുടെ അവസ്ഥ എന്താ നിങ്ങൾക്കറിയില്ല. ഹാജർ ഒരിക്കലും ഇബ്രാഹിം നബിയെ പഴിച്ചില്ല, അല്ലാഹുവോട് അവലാതി പറഞ്ഞില്ല. ഹാജർ ആ മലയുടെ മുകളിൽ കയറി ചുറ്റുഭാഗവും നോക്കി, ഒരു നിവൃത്തിയുമില്ല. പതുക്കെ താഴേക്ക് ഇറങ്ങി മർവയിലേക്ക്. 480 മീറ്റർ ദൂരെയാ മർവ എന്ന് പറയുന്ന ആ മല. അവിടെ കയറാൻ വേണ്ടി ഹാജർ ഇറങ്ങി വരുമ്പോ താഴെ എത്തിയപ്പോ കുഞ്ഞിനെ കാണുന്നില്ല. മലയുടെ മുകളിൽ നിന്നപ്പോ കുഞ്ഞ് താഴെ കിടക്കുന്നത് കാണാമായിരുന്നു. മലയും താഴേക്ക് ഇറങ്ങിയപ്പോ കാണുന്നില്ല. കുഞ്ഞിനെ കാണാതെ വന്നപ്പോ ഹാജർ ഓടി ഇങ്ങോട്ട് മർവയിലേക്ക്, കുഞ്ഞിനെ കണ്ടുകൊണ്ട് നടക്കാൻ. കാരണം ആ മാതൃഹൃദയം. കുഞ്ഞിനെ കാണുന്ന സ്ഥലം എത്തിയപ്പോ ഓട്ടം നിർത്തി, പിന്നെ നടന്നു. ഇന്ന് നിങ്ങൾ കണ്ടിട്ടില്ലേ എന്റെ പ്രിയമുള്ളവരെ, ഹജ്ജിന് പോയിട്ടുള്ളവരെ, ഒരിക്കലെങ്കിലും ആ മണ്ണിലെത്താൻ ഭാഗ്യം കിട്ടിയവരെ നിങ്ങൾ കണ്ടോ? സഫായിൽ നിന്ന് ഇറങ്ങി വരുമ്പോ ലക്ഷക്കണക്കിന് ആളുകൾ സൈ ചെയ്യുമ്പോ ഹാജർ ഓടിയ സ്ഥലമെത്തിയപ്പോ പച്ച ലൈറ്റ് കൊണ്ട് ഇന്ന് സൗദി ഗവൺമെന്റ് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അവിടെ എത്തുമ്പോ നമ്മളും ഇന്ന് ഓടണം. അല്ല പറഞ്ഞു, ഹാജർ മകന് വെള്ളം അന്വേഷിച്ചുകൊണ്ട് ഓടി. അതുകൊണ്ട് അവിടെ പോകുന്ന ഹാജിമാരെ, നിങ്ങളും ഓടിക്കോ. ഹാജർ ഓടിയ സ്ഥലത്ത് നമ്മളോട് ഓടാൻ അല്ലാഹു പറഞ്ഞു. ലക്ഷങ്ങൾ ഇന്നും ഞാൻ ഈ പ്രസംഗിക്കുമ്പോഴോ 2012 ഏപ്രിൽ മാസം 8-ാം തീയതി 9-ാം തീയതി ഞാൻ ഇവിടെ പ്രസംഗിച്ചു കൊണ്ട് നിൽക്കുമ്പോഴും ഓടിക്കൊണ്ടിരിക്കുകയാണ് അവിടെ ലക്ഷോപലക്ഷം ജനങ്ങൾ. ഹാജർ ഓടിയ അതേ പാതയിലൂടെ, അതേ സ്പന്ദനത്തോടുകൂടി നിഷേധിക്കാൻ കഴിയോ ഒരു പെണ്ണിന് അല്ലാഹു കൊടുത്ത സ്ഥാനം? എന്റെ പ്രിയമുള്ളവരെ, അവസാനം 7 പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി. അല്ല പറഞ്ഞു, ഇന്ന് പോകുന്നവരോട് ഓടിക്കോ 7 പ്രാവശ്യം. ഹാജർ ഓടി 7 പ്രാവശ്യം. നീയും ഓടിക്കോ. ഓടുന്നില്ലേ? ഹാജർ അലൈഹിസ്സലാത്തു വസ്സലാം 7-ാമത്തെ പ്രാവശ്യം മറുവയിലെത്തിയപ്പോ തന്റെ പ്രിയപ്പെട്ട പൊന്നുമോൻ കാലിട്ടടിച്ച ഭാഗത്താ പരിശുദ്ധമായ സംസം. കഅബ ശരീഫിന്റെ നേരെ അടിയിൽ നിന്നാണ് ഇതിന്റെ ഉറവ വരുന്നത്. ജീവിത ലോകത്ത് ഇന്നേ വരെ ഒരു കുറവും സംഭവിച്ചിട്ടില്ലാത്ത, ഒരു ഹജ്ജിനും ഒരു റമദാൻ സീസണിലും കോടിക്കണക്കിന് ടൺ സംസം വെള്ളം ആ പല നാടുകളിലേക്ക് കയറ്റി അയക്കുന്നതും കോരുന്നതും ഉപയോഗിക്കുന്നതും കുടിക്കുന്നതും ഒക്കെ ഒരംശം പോലും ഇന്ന് വരെയും കുറവ് വന്നിട്ടുണ്ടോ സംസമിന്? വരില്ല. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, 5 കാര്യങ്ങളിലേക്ക് വെറുതെ നോക്കിക്കൊണ്ടിരുന്നാലോ നിനക്ക് പടച്ചോന്റെ അടുത്ത് കൂലിയാ. ഒന്നാമത്തെ കാര്യം ഏതെന്നറിയോ? അന്നദറു ഇലാ കഅബത്തില്ലാ. അല്ലാഹുവിന്റെ കഅബ ശരീഫിലേക്ക് വെറുതെ നോക്കിക്കൊണ്ടിരുന്നാലും നിനക്ക് കൂലിയാ. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാ, യൻസിലു ഫിദ് ദഖീഖതി ഫിൽ ഹറമി 120 റഹ്മാ.
ഒരു സെക്കൻഡില് ആ പരിശുദ്ധമായ കഅബാലയത്തിന്റെ മുറ്റത്ത് 120 അനുഗ്രഹങ്ങളാ മലക്കുകൾ ഇറക്കിക്കൊണ്ടിരിക്കുന്നത്. ഓ കഅബാലയത്തെ ചുറ്റിക്കൊണ്ടിരിക്കുന്ന സാധുക്കളുണ്ടല്ലോ, അവർക്കാണ് 60 നന്മകൾ. 40 നന്മകളോ 40 ലിൽ മുസല്ലീൻ. കഅബാലയത്തിന്റെ മുറ്റത്ത് നമസ്കരിക്കുന്നവർക്കാണ് 40 നന്മകൾ. ബാക്കി 20 നന്മകളോ കഅബാലയം വെറുതെ നോക്കിക്കൊണ്ടിരുന്നാലും നിനക്ക് കൂലിയാ. രണ്ടാമത്തതോ വന്നദുറു ഇലാ കിതാബില്ലാഹ്. വിശുദ്ധ ഖുർആൻ, നാളെ നമ്മുടെ വിഷയം അതാണ്. ഖുർആനിലേക്ക് വെറുതെ നോക്കിക്കൊണ്ടിരുന്നോ, അതിന് നിനക്ക് നിമിഷങ്ങൾക്ക് കൂലിയാണ്. മൂന്നാമത്തെ കാര്യം വന്നദുറു ഇലാ വജ്ഹി വാലിദതിഹി. നമ്മളെ പ്രസവിച്ച പൊന്നു ഉമ്മയുണ്ടല്ലോ, ആ ഉമ്മാന്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ടിരുന്നാലോ നിമിഷങ്ങൾക്ക് നിനക്ക് കൂലിയാ. അഞ്ചാമത്തെ കാര്യം, നാലാമത്തെ കാര്യം എന്താ? വന്നദുറു ഇലാ വജ്ഹിൽ ആലിമീ. പണ്ഡിതന്റെ മുഖത്തേക്ക്, മുഖ്ലിസായ നിഷ്കളങ്കമുള്ള ഒരു പണ്ഡിതന്റെ മുഖത്തേക്ക് വെറുതെ നോക്കിക്കൊണ്ടിരുന്നാലും നിനക്ക് പ്രതിഫലമാണ്. അഞ്ചാമത്തതോ വന്നദുറു ഇലാ മാഇ സംസം. ഒരു കുപ്പിയിലെ കുറച്ച് സംസം വെള്ളം എടുത്തു വെച്ചിട്ട് വെറുതെ അതിലിങ്ങനെ നോക്കിക്കൊണ്ടിരുന്നാ മതി, നിനക്ക് നിമിഷങ്ങൾക്ക് കൂലിയാണെന്ന് ലോകത്തിന്റെ ഗുരുവായ നബി മുഹമ്മദ് മുസ്തഫ. നമ്മളൊക്കെ ചില ആളുകൾ കഅബ ചെല്ലും, കഅബയ്ക്ക് തവാഫ് ചെല്ലുമ്പോഴും ഭയങ്കര ദുആയാൻ, അല്ലാഹുവേ വീട് തരണേ, കാറ് തരണേ, കടങ്ങൾ വീട്ടണേ, നല്ല നല്ല അടിപൊളിയായിട്ട് സഞ്ചരിക്കാനുള്ള കാറ് തരണേ, അത് തരണേ, ഇത് തരണേ, മറ്റേ തരണേ, മറിച്ച് എല്ലാവരും ഇങ്ങനെ അതാ ദുആ ചെയ്യുന്നത്. അങ്ങനെ കഅബാലയത്തിന്റെ മുറ്റത്ത് ഒരുത്തൻ ഇങ്ങനെ നടന്ന് ദുആ ചെയ്യാൻ. അപ്പൊ ഒരു ഉസ്താദ് പറഞ്ഞടാ പഹയ, ഇവിടെ വന്നിട്ട് ഇതല്ല ചോദിക്കേണ്ടത്, ആഖിറത്തെ പറ്റി ചോദിക്കാൻ പറഞ്ഞു. അപ്പൊ അവൻ മറുപടി പറയാ, ഉസ്താദെ നിങ്ങൾക്കില്ലാത്ത നിങ്ങൾ ചോദിക്കും, എനിക്കില്ലാത്ത ഞാൻ ചോദിച്ചോളാം. എങ്ങനെയുണ്ട് മറുപടി? നിങ്ങൾക്കില്ലാത്ത നിങ്ങൾ ചോദിച്ചോ, എനിക്കില്ലാത്ത ഞാൻ ചോദിച്ചോളാം എന്ന് പറഞ്ഞതുപോലെ നമുക്കിത് ദുനിയാവ് മതി. കഅബയുടെ മുന്നിലെത്തിയാൽ പോലും നമ്മുടെ ഹൃദയം ഒന്ന് ചാഞ്ചാടുന്നില്ല. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അങ്ങനെ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം തന്റെ പ്രിയപ്പെട്ട മകനെയും ഭാര്യയെയും വിട്ടിട്ട് മാറി നിന്നു. കഅബാലയത്തിൽ നോക്കിയൊരു ദുആ ഇതാണ്: റബ്ബനാ ഇന്നി അസ്കൻതു മിൻ ദുർരിയതി بِوَادٍ غَيْرِ ذِي زَرْعٍ عِندَ بَيْتِكَ الْمُحَرَّمِ رَبَّنَا لِيُقِيمُوا الصَّلَاةَ وَاجْعَلْ أَفْئِدَةً مِنَ النَّاسِ تَهْوِي إِلَيْهِمْ وَارْزُقْهُم مِّنَ الثَّمَرَاتِ لَعَلَّهُمْ يَشْكُرُونَ. പടച്ചോനെ, റബ്ബനാ ഇന്നി അസ്കൻതു മിൻ ദുർരിയതി, എന്റെ കുടുംബത്തെ, എന്റെ ഭാര്യയെ, എന്റെ പൊന്നുമോനെ കൃഷിയില്ലാത്ത ജലശൂന്യമായ മരുഭൂമിയിൽ ഞാനിതാ താമസിപ്പിക്കുന്നു. അവരെ നമസ്കാരം നിർത്താൻ വേണ്ടിയാ ചോനെ, അവര് നിന്നോർക്കാനാണ് അല്ലാഹുവേ. അവരോർത്തില്ല, ശരിക്കും ലോകത്തുള്ള മുഴുവൻ ആളുകളും ഓർത്തു. ചുരുക്കി പറഞ്ഞാൽ ഹാജർ അലൈഹിസ്സലാത്തു വസ്സലാം ഇസ്മായിൽ നടക്കാൻ പ്രായമായപ്പോൾ അവിടെ വെച്ച് മരണപ്പെട്ടു, അവിടെ തന്നെ അടക്കി. അങ്ങനെയാണ് ആലയത്തിന്റെ ഉള്ളിൽ ഹാജർ ഖബർ വന്ന സമയം അധികരിച്ചു. ഇസ്മായിൽ നബി അലൈഹിസ്സലാം 25 വയസ്സായി. അവിടെ ചാടിക്കളിച്ച് നടക്കുന്ന സമയമെല്ലാം കഴിഞ്ഞു. യുവത്വത്തിന്റെ പ്രതീകമായി മാറിയപ്പോ ഇബ്രാഹിം നബിയോട് അല്ലാഹു പറഞ്ഞു, ഇബ്രാഹിമേ വഇദ് ബവ്വഅനാ ലി ഇബ്രാഹീമ മകാനൽ ബൈത്ത് അല്ലാ തുശ്രിക് ബി ശൈആ. ഇബ്രാഹിം നബിയോട് അല്ലാഹു പറഞ്ഞു, ഇബ്രാഹിമേ ഇനി നീ ചെന്നിട്ട് എന്റെ വീട് പണിയണം. അങ്ങനെയാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഷാമിൽ നിന്നും
തിരിച്ചു വരുന്നത്. വന്നിട്ട് ഇസ്മായിലിനോട് പറഞ്ഞു, മോനെ അല്ലാഹു എന്നോട് പറഞ്ഞു ഒരു വീട് പണിയാൻ. അതിനെന്താ വാപ്പ, ചെയ്തോ, ഞാനും സഹായിക്കാം. അങ്ങനെ ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹിസ്സലാം കല്ലുകൾ ഓരോന്നോരോന്നായി എടുത്തു വെച്ചു. ഇസ്മായിൽ അലൈഹിസ്സലാം പരിസരത്തുള്ള ജബൽ അബൂ ഖുബൈസിൽ നിന്നും ജബലുൽ കഅബയിൽ നിന്നും കല്ലുകൾ ഇങ്ങനെ എടുത്തുകൊണ്ട് വരികയാണ്. ഓരോന്ന് കൊണ്ടുവച്ചു. കഅബ പണിഞ്ഞ് പണിഞ്ഞ് മുകളിലേക്ക് വന്നു. അവസാനം ഇബ്രാഹിം നബിക്ക് കല്ല് മേളിലേക്ക് എടുത്തു വെക്കാൻ പറ്റുന്നില്ല. അപ്പൊ മോനോട് പറഞ്ഞു, മോനെ നീ പോയി എനിക്ക് കയറി നിൽക്കാൻ പര്യാപ്തമായ ഒരു നല്ല കല്ലെടുത്തോണ്ട് വരാൻ. അങ്ങനെ ഇസ്മായിൽ അലൈഹിസ്സലാം നേരെ ജബൽ അബൂ ഖുബൈസിൽ ചെന്നു. ഒരു കല്ലെടുത്തു കൊണ്ടുവന്നു. അതിട്ടു. ഇബ്രാഹിം നബി അതിന്റെ പുറത്തേക്ക് കയറി. പൊന്നുമോൻ തോളത്ത് അതാ കല്ല് ചുമന്നു കൊണ്ടുവരികയാണ് ഇസ്മായിൽ എന്ന ചെറുപ്പക്കാരൻ. ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബിയുടെ കയ്യിലേക്ക് കൊണ്ടുവന്ന് ഓരോ കല്ലുകളും കൊടുത്തപ്പോ ഇബ്രാഹിം നബി അലൈഹിസ്സലാം അതെടുത്തു വെക്കാൻ വേണ്ടി കല്ലിന്റെ പുറത്തേക്ക് കയറിയപ്പോ ഇബ്രാഹിം നബിയെ കൊണ്ട് കല്ലിങ്ങനെ ഉയരുകയാ. കല്ല് വെച്ച് കഴിയുമ്പോ കല്ല് താഴും. അങ്ങനെ ഇബ്രാഹിം നബി അലൈഹിസ്സലാം കഅബയുടെ പണി പൂർത്തീകരിച്ചു. ഏതാണ്ട് പകുതി എത്തിയപ്പോ ഇബ്രാഹിം നബി പറഞ്ഞു, മോനെ ഇവിടെ തവാഫ് ചെയ്യാൻ ആളുകൾ വരുമ്പോ അവർക്ക് തവാഫ് തുടങ്ങാൻ ഒരടയാളം വെക്കണം, അതിനൊരു കല്ല് വേണം, നീ ഒരു പോയി കല്ലെടുത്തോണ്ട് വരാൻ പറഞ്ഞു. അങ്ങനെ ഇസ്മായിൽ അലൈഹിസ്സലാം ജബൽ അബൂ ഖുബൈസിൽ പോയി കല്ലെടുത്തോണ്ട് വന്നു. അപ്പൊ വാപ്പാക്ക് അത് ഇഷ്ടപ്പെട്ടില്ല. വാപ്പ പറഞ്ഞു, മോനെ ഇത് പറ്റൂല, വേറൊന്നും കേട്ടോ. ഇബ്രാഹിം ഇസ്മായിൽ നബി വീണ്ടും പോയി വേറൊരെണ്ണം കൊണ്ടുവന്നു. അതും ഇഷ്ടപ്പെട്ടില്ല. അതും അങ്ങോട്ട് മാറ്റിവെച്ചപ്പോ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വന്ന് പറഞ്ഞു, ഇബ്രാഹിം നബിയേ ഈ കഅബാലയം പണിതപ്പോ ഒരു വെളുവെളുത്ത കല്ല് പടച്ച തമ്പുരാ സ്വർഗത്തിൽ നിന്ന് ഇറക്കി കൊടുത്തിട്ടുണ്ട്. അത് നോഹ് നബിയുടെ ജലപ്രളയത്തിൽ തകർന്നു പോയപ്പോ ആ കല്ല് അല്ലാഹു തആല ജബൽ അബൂ ഖുബൈസിനോട് പറഞ്ഞിട്ടുണ്ട് അവിടെ ഒളിപ്പിച്ചു വെക്കാ. അതുകൊണ്ട് ഇബ്രാഹിം നബിയെ അവിടെ ചെന്ന് നിന്നിട്ട് ജബൽ അബൂ ഖുബൈസിനെ വിളിച്ചിട്ട് പറഞ്ഞു, അല്ലാഹു എനിക്ക് തരാൻ ഏൽപ്പിച്ച കല്ല് തരിക. അങ്ങനെ ഇബ്രാഹിം നബി അലൈഹിസ്സലാം അബൂ ഖുബൈസ് മലയിൽ പോയി നിന്നിട്ട് വിളിച്ചു പറഞ്ഞു, യാ അബാ ഖുബൈസ്, യാ ജബല അബാ ഖുബൈസ്, അബൂ ഖുബൈസ് മലയേ, അല്ലാഹു എനിക്ക് തരാൻ നിന്നെ ഏൽപ്പിച്ച ആ കല്ലിങ് തരുമോ? അന ഖലീലുല്ലാഹ്, ഞാൻ അല്ലാഹുവിന്റെ ഖലീലാ, അതുകൊണ്ട് ആ കല്ലിങ് തരണം. അപ്പോ ഒരു കല്ലിങ്ങനെ ഉരുണ്ടു വന്നാണ്. ആ കല്ല് ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹിസ്സലാം എടുത്തുകൊണ്ടുവന്ന് വെച്ചു. അതാണ് ഹജറുൽ അസ്വദ്. കാന ബയാലൻ അശദ്ദു മിനൽ ലബൻ, പാലിനേക്കാൾ വെളുവെളുത്ത കല്ലായിരുന്നു ആ കല്ല്. ഹജറുൽ അസ്വദ് വെളുത്ത കല്ലായിരുന്നു. വസ്വദ്തുഹു ബിഖതായാ ബനി ആദമ, മനുഷ്യർ പോയി തൊട്ടുമുത്തി മനുഷ്യരുടെ പാപക്കറകളെല്ലാം പിടിച്ചെടുത്തത് കൊണ്ടാ ഓ കല്ല് കറുത്തു പോയതെന്ന് ലോകത്തിന്റെ ഗുരുവേ നബി മുഹമ്മദുർ റസൂലുള്ളാഹ്. വെളുത്ത കല്ലായിരുന്നു, പാലിനേക്കാൾ വെളുത്ത കല്ല്. പക്ഷെ അത് കറുത്തുപോയി. ആളുകൾ മുത്തിയും തൊട്ടുമുത്തിയും പാപങ്ങൾ ഏറ്റുവാങ്ങി. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, അൽ ഹജറു വൽ മഖാമു യാഖൂതാനി മിൻ യവാഖീതിൽ ജന്ന. ഹജറും മഖാം ഇബ്രാഹിം, ഈ രണ്ട് കല്ലുകൾ യാഖൂതാനി മിൻ യവാഖീതിൽ ജന്ന, സ്വർഗ്ഗത്തിലെ രണ്ട് മാണിക്യ കല്ലുകളാ. അതുകൊണ്ട് അത് തൊട്ടുമുത്തിക്കോ. അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, ലയബ്അസന്നല്ലാഹുൽ ഹജറ യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ ആ കല്ലിനെ അല്ലാഹു തആല പുനർജീവിപ്പിക്കുകയാ. ലഹു ഐനാനി യുബ്സിറു ബിഹിമാ, ഓ കല്ലിന് രണ്ട് കണ്ണുണ്ടാവും. റസൂലുള്ളാഹി പറയുകയാണ്, ആ കല്ലിന് രണ്ട് കണ്ണുണ്ടാകുമോ? ആ കണ്ണുകൊണ്ടവര് മഹ്ശറയിൽ നിൽക്കുന്ന ജനകോടികളെ ആ കല്ല് കാണും. സംസാരിക്കാ കഴിവുള്ളൊരു നാക്കുമുണ്ട് ആ കല്ലിന്. ആ കല്ലെവിടെ വെച്ച് വിളിച്ചു പറയുമത്രേ, അല്ലാഹുവേ യശ്ഹദു അലാ മൻ ഇസ്തലമഹു ബിഹഖിൻ. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാ, ആ കല്ല് വിളിച്ചു പറയും, അല്ലാഹുവേ എന്നെ തൊട്ടുമുത്തിയവനാണ് ആ പോകുന്നത്, അവൻ എന്നെ ആദരിച്ചവനാണ്, ബഹുമാനിച്ചവനാണ്, നീയും അവനെ ആദരിക്കണേ അല്ലാഹ്. റസൂൽ പറഞ്ഞു, ആ കല്ലിന്റെ ശുപാർശ അല്ലാഹു സ്വീകരിക്കുക തന്നെ ചെയ്യും.
അങ്ങനെ ആ കല്ലെടുത്ത് വെച്ചു ഇബ്രാഹിം നബി അലൈഹിസ്സലാം. കഅബയുടെ പണി പൂർത്തീകരിച്ചു. അങ്ങനെയാണ് ആ കഅബ ഇന്നോളം എത്തിവെച്ചത്. എന്റെ പ്രിയമുള്ള സഹോദരന്മാരെ, ഇന്ന് കഅബാലയത്തിന്റെ പുറത്തൊരു പരിശുദ്ധമായ പുടവ കാണാം. കിസ്വത്തുൽ കഅബ എന്ന് പറഞ്ഞാൽ കഅബയുടെ കില്ല എന്ന് നമ്മൾ പറയും. അതിന് കിസ്വ എന്നാണ് പറയുക. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഈ കിസ്വ പണിയാൻ ഒരു വർഷമാണ്. എല്ലാ വർഷവും ഈ പുടവ മാറ്റാറുണ്ട്. ഇത് മാറ്റാറുണ്ട്. ഈ മാറ്റിയെടുക്കുന്ന പുടവ രാജാവ് അത് കണ്ടിച്ചിട്ടും കഷണിച്ചിട്ടും പല കഷണങ്ങളായി പല ഇസ്ലാമിക രാജ്യങ്ങൾക്ക് ഗിഫ്റ്റ് കൊടുക്കാറുണ്ട് സൗദി ഗവൺമെന്റ്. എന്റെ പ്രിയമുള്ള സഹോദരന്മാരെ, ഒരു വർഷം ഈ കിസ്ബത്തുൽ കഅബ പണിയാൻ, കഅബയുടെ കില്ല പണിയാൻ ഒരു ഫാക്ടറി തന്നെ നിർമ്മിച്ചിരിക്കുക സൗദി ഗവൺമെന്റ്. നമ്മൾ കാണുന്ന പോലെ ഒരു കറുത്ത തുണിയല്ലാതെ അതൊരു വല്ലാത്ത സാധനമാണ്. അത് തൊടുമ്പോഴേ അതിന്റെ ആ ഗാംഭീര്യം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ആദ്യമായി കഅബ ശരീഫിന് കിസ്വ പണിയിച്ചത് തുബ്ബ ഉൽ ഹുമൈരി എന്ന് പറയുന്ന ഒരു രാജാവാണ്. ഒരുപാട് തുബ്ബകൾ കഴിഞ്ഞു പോയിട്ടുണ്ട്. അതിൽ മുസ്ലിമായ ഒരു തുബ്ബ ഉൽ ഹുമൈരി ഉണ്ടായിരുന്നു. അദ്ദേഹമാണ് കഅബയ്ക്ക് ആദ്യമായി കിസ്വ പണിയുന്നത്. എന്റെ പ്രിയമുള്ള സഹോദരന്മാരെ, ഈ സദസ്സിലിരുന്ന് എന്റെ പ്രസംഗം കേട്ട ഉമ്മമാരെ, ആ കഅബ എന്ന് കാണണ്ടേ, അതിന്റെ പരിസരത്തൊന്ന് ചെല്ലണ്ടേ, ആ കഅബാലയത്തിന്റെ പരിശുദ്ധമായ കില്ലയൊന്ന് പിടിക്കണ്ടേ. ആയിഷ ബീവി പറയുകയാ, ആ സ്വർഗത്തിൽ നിന്ന് ഇറക്കപ്പെട്ട കല്ലുകൾ ഖിയാമത്ത് നാളിന് മുമ്പ് ആ കല്ലുകൾ സ്വർഗത്തിലേക്ക് തന്നെ തിരിച്ചു പോകുന്നതാ. അതിനു മുമ്പ് നിങ്ങൾ തൊട്ടുമുത്തിക്കോ, പിടിച്ചെടുത്തോ. അതിനു മുമ്പ് തൊടാൻ പറ്റുന്നവരും തൊട്ടുമുത്താൻ പറ്റുന്നവരുമൊക്കെ അതിന് തൊട്ടുമുത്തി ഭാഗ്യം കൈക്കൊണ്ടോ എന്ന് ബഹുമാനപ്പെട്ട ആയിഷ സിദ്ദീഖ റളിയല്ലാഹു തആല അൻഹ പഠിപ്പിക്കുമ്പോ, ഈ സദസ്സിൽ ഒരുമിച്ച് കൂടിയ ആളുകളെ, ഈമാനിന്റെ ഉറവിടങ്ങളായ ജീവിതത്തിൽ 5 നേരം നമ്മൾ നിന്ന് നമസ്കരിക്കുന്ന, നമ്മുടെ ഹൃദയം എപ്പോഴും തിരിച്ചു വെക്കുന്ന കഅബയുണ്ടല്ലോ. പിന്നീട് ഇസ്മായിൽ നബി അലൈഹിസ്സലാത്തു വസ്സലാം മരണപ്പെട്ടപ്പോ ഇസ്മായിൽ നബിയുടെ ഖബറും അടക്കം ചെയ്യപ്പെട്ടത് ഉമ്മാടെ ഖബറിന്റെ അടുത്താണ്. ഹിജ്ർ ഇസ്മായിലിന്റെ ഉള്ളിൽ ഈ 2 ഖബറുകളാണ് ഇന്നുമുള്ളത്. ഒരു ഉമ്മാടെയും ഒരു മകന്റെയും ഖബർ. അവിടെ ഒന്ന് ചെല്ലാൻ, ആ കഅബയുടെ കില്ലയൊന്ന് പിടിക്കാൻ അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു. ആ വളച്ചുകെട്ടുണ്ടല്ലോ ഹിജ്ർ ഇസ്മായിൽ, ഇൻദ റുക്നുൽ യമാനി മലക്കുൻ ഖായിമുൻ യഖൂലു ആമീൻ ആമീൻ. റുക്നുൽ യമാനിയുടെ ഭാഗത്തെത്തുമ്പോ ഈ മലക്ക് വിളിച്ചു പറയും. ഒരു മലക്കിനെ അല്ലാഹു നിർത്തിയിരിക്കുകയാണ് അവിടെ. അതിലേക്കൂടെ ആളുകൾ ഇങ്ങനെ തവാഫ് ചെയ്ത് പറയും, ഓരോ ദുആ ചെയ്ത് പോകുമ്പോ അല്ലാഹു പറയുന്നു, റസൂലുള്ളാഹി പറയുന്നു, ഈ മലക്ക് ആമീൻ ആമീൻ, അല്ലാഹുവേ ഇവന്റെ ദുആ നീ സ്വീകരിക്കണേ, ഇവന്റെ ദുആ നീ സ്വീകരിക്കണേ എന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കുമെന്നാണ്. ഇനിയും ഒരുപാട് കാര്യങ്ങൾ ഈ വിഷയത്തിന്റെ പേരിൽ പറഞ്ഞാൽ അങ്ങനെ പറഞ്ഞു പോകും. അതുകൊണ്ട് എന്റെ പ്രിയമുള്ള സഹോദരന്മാരെ, ആ കഅബയുടെ ചരിത്രം പഠിക്കുക, ആ കഅബാലയത്തിൽ ചെല്ലുക, അതൊന്ന് കാണുക, വല്ലാത്തൊരു ഭാഗ്യമാണ്. അതിനുവേണ്ടി തയ്യാറെടുത്തു. അള്ളാഹു അതിനുള്ള ഭാഗ്യം തരട്ടെ. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, കഅബാലയത്തിലെത്താനുള്ള അവസരം നിങ്ങൾക്ക് കിട്ടിയിട്ട് പോകാത്തവനാരോ ഫല്യമുത് യഹൂദിയൻ ഔ നസ്റാനിയ, അവൻ മുസ്ലിമായി മരിക്കില്ല, അവൻ നസ്റാനിയായിട്ടോ യഹൂദിയായിട്ടോ ചത്തുപോയിക്കൊള്ളട്ടെ, ഇസ്ലാമുമായി ബന്ധമില്ല എന്ന് ലോകത്തിന്റെ മുത്തായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. പ്രിയമുള്ള സഹോദരന്മാരെ, അതുകൊണ്ട് നമ്മളെല്ലാവരും ഒരു ദൃഢപ്രതിജ്ഞ എടുക്കുക. കൊണ്ടുപോകുന്നവൻ അല്ലാഹുവാണ്. എത്ര വലിയ സമ്പന്നനായാലും കോടീശ്വരനായാലും കഴിവുള്ളവനായാലും അല്ലാഹുവിന്റെ വീട്ടിലെത്താൻ അത് ഭാഗ്യമുള്ളവർക്കേ പറ്റൂ. അല്ലാഹു ആ ഭാഗ്യം നമുക്കെല്ലാം തരട്ടെ.